ആദം മുതൽ അംബിയ സകലം നഫ്സി നഫ്സി എന്ന് വിളിക്കും. അന്നേരം ത്വാഹ വിളിക്കും ഉമ്മത്തി എന്നല്ലോ. എല്ലാവരും നഫ്സി നഫ്സി എന്ന് വിളിക്കുമ്പോ എന്റെ റസൂലുള്ളാഹ് മദീനയുടെ നായകനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, പച്ചക്കുപ്പയുടെ താഴെ അന്തിയുടങ്ങുന്ന എന്റെ റസൂലുള്ളാഹ് മാ ബൈന ബൈതി റൗളത്തും മിൻ റിയാദിൽ ജന്നാ, ആ സ്വർഗത്തിന്റെ അടുത്ത് കിടക്കുന്ന മുത്ത് നബിയുണ്ടല്ലോ, ആ നബിയാണ് നമ്മളെ രക്ഷിക്കാൻ വരിക. ആരും എന്തും പറഞ്ഞോട്ടെ, നബി സാധാരണക്കാരൻ എന്ന് പറഞ്ഞോട്ടെ, നബിയുടെ മൗലിദിനെ എതിർത്തോട്ടെ, റസൂലുള്ളാഹിയുടെ ജന്മദിനം കോടം കൊണ്ടാടണ്ട എന്ന് പറഞ്ഞോട്ടെ, അവരെ പോലും നബി തങ്ങൾ കൈവിടില്ല. അങ്ങനെ റസൂലുള്ളാഹിനെ മോശമായിട്ട് പരാമർശിക്കുന്ന, അവർക്ക് വേണ്ടി പോലും നിലകൊള്ളുന്ന റസൂലുള്ളാഹ് അല്ലാഹുവിനോട് പറയുകയാണ്, ഉമ്മത്തി യാ റബ്ബ്, രക്ഷിതാവേ എന്റെ സമുദായം നീ കൈപിടിക്കണം അല്ലാ, നീ സഹായിക്കണം അല്ലാ, എനിക്ക് വേറെ ഒന്നും നിന്നോട് പറയാനില്ല അല്ലാ. ആ സമയത്താണ് അല്ലാഹു വിളിച്ചു പറയുന്നത്, യാ മുഹമ്മദ് അദ്ഖിൽ മിൻ ഉമ്മത്തിക അമ്മല്ലാ ഹിസാബ അലൈഹിം മിൻ ബാബിൽ ഐമനി മിൻ അബ്വാബിൽ ജന്നാ. മുഹമ്മദേ സങ്കടപ്പെടണ്ട.